Good morning, everyone. Good morning. Good morning. Good morning. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് എക്സ്പ്രഷൻസ് ആണ് എഴുതിയിരുന്നത് അല്ലെ? എവിടെ വരെ എഴുതിയതെന്ന് പറയാമോ ആരെങ്കിലും? നമ്മൾ ലാസ്റ്റ് ഏത് എക്സ്പ്രഷൻ ആണ് എഴുതിയത്? ആരെങ്കിലും ഇത് പറയാമോ? ടിബിൻ ഏത് എക്സ്പ്രഷൻ ആയിരുന്നു? ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാവോ? Okay. So നിങ്ങൾ എഴുതിക്കോളൂ. Must have plus V3. Must have plus V3. Must have plus V3. I think ഇത് കംപ്ലീറ്റ് ചെയ്താന്ന് തോന്നുന്നു. ഓക്കെ, എന്നാലും എഴുതിക്കോളൂ. Must have plus V3. എന്താണ് മസ്റ്റ് ഹാവ്? എന്താണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഷുവർട്ടി ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, യു മസ്റ്റ് ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യണം. മനസ്സിലായോ? ചെയ്യണം. ഹാവ് വന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം എന്നൊരു മീനിങ് വരാം. സംഭവിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് വരാൻ കാരണം അവിടെ ഹാവ് വന്നുകൊണ്ടാണ്. ഓക്കെ, must have plus V1 V3 ആണ് വരാ. Subject plus must have plus V3. Okay, so examples എന്തൊക്കെയാണ്? I must seen her. I must have go there. I must have gone there. ഞാൻ അവിടെ അങ്ങനെ പോയിട്ടുണ്ടായിരിക്കണം, അവളെ കണ്ടിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ must have യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഷുഡ് ഹാവ്. മസ്റ്റും ഷുഡും ഏകദേശം സെയിം ആണ്. ഒരു ഞാൻ പറഞ്ഞിരുന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഷുഡ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ചൊരു അഡ്വൈസോ ഒരു അഡ്വൈസ് പറയാനുള്ള മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അതായത് യു ഷുഡ് ഡു ദാറ്റ്, നീ എന്തായാലും ചെയ്യണം. ഓക്കെ, യു ഷുഡ് സ്റ്റഡി വെൽ. ഓക്കെ, നന്നായിട്ട് പഠിക്കണം, ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഇവിടെ ഷുഡ് ഹാവ് എന്ന് വരുമ്പോ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്നൊരു മീനിങ് വരും. Subject plus should have plus V3. Subject plus should have plus V3. You should have gone there. You should have invited her. Okay, you should have invited her. They should have taken more care. Okay, clear ആണോ? ഇന്ന് ക്ലാസ്സിൽ അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ടല്ലോ. ഓക്കെ, എന്ത് പറ്റി? പൊതുവെ ക്ലാസ്സിൽ കാണാത്തവരൊക്കെ പോയിട്ടുണ്ടല്ലോ ക്ലാസ്സില്. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്തെടുക്കുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? എന്തോ എന്താണ് ചോദിച്ചത്? എന്താണ് പേരെന്താണ്? ഷൈനി. ഷൈനി ആണോ? ഓക്കെ, നഫീറ. എന്താണ് കഴിഞ്ഞ ക്ലാസ് നഫീർ ഉണ്ടായിരുന്നോ? ഇല്ല മാം. ഇല്ല. ഓക്കെ, എഴുതുന്നുണ്ടോ? എഴുതെടുക്കുന്നുണ്ടോ? നിങ്ങൾ എക്സ്പ്രഷൻസ് എല്ലാം എഴുതെടുക്കുന്നുണ്ടോ? ഉണ്ട് മാം. ഓക്കെ, നെക്സ്റ്റ് ചെയ്താ seem to have plus V3. ചാപ്റ്റർ എത്രയാ? ചാപ്റ്ററോ? ഷൈനി ഫസ്റ്റ് ടൈം ആണോ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്? ആണോ ഷൈനി? ഫസ്റ്റ് ക്ലാസ് ആണോ?
അല്ല, പക്ഷെ ഇവിടെ ചാപ്റ്റർ ഒന്നും ഇല്ലല്ലോ. ഇംഗ്ലീഷിലേക്ക് ചാപ്റ്റേഴ്സ് ഒന്നുമില്ല. ഓക്കെ, നമ്മള് ഓരോ എക്സ്പ്രഷൻസ് ആണ് പഠിക്കുന്നത്. ഇപ്പോഴാണ് കയറുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഓരോ എക്സ്പ്രഷൻസ് ആണ് പഠിക്കുന്നത്. കാരണം ഒരുപാട് നമ്മള് ഫസ്റ്റ് ഇപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ ഷൈനിങ്സ്, ഓക്കെ ഓക്കെ, നമ്മൾ ഒരുപാട് കവർ ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് ആണിത്. കോഴ്സ് കംപ്ലീറ്റ് ആവാറായി. സോ കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. ഈ എക്സ്പ്രഷൻസ് ബേസിസ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ശ്രമിച്ചാൽ ട്രൈ. ഓക്കെ, സോ എഴുതാം. seem to have plus V3. ഇവിടുന്ന് എക്സ്പ്രഷൻ എഴുതാം. seem to have. seem to have means അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊരു മീനിങ് ആണ്. സബ്ജക്ട് പ്ലസ് seem to have plus V3. subject plus seem to have plus V3. Okay, they seem to have seen us. they seem to have seen us. അവര് ഞങ്ങളെ കണ്ടിട്ടുണ്ടായി. അവര് ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കാം. they seem to have seen us. they seem to have understand everything. അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാകാം. ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റിൽ കൂടെ നമ്മൾ സീൻ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. സീൻ. പക്ഷേ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സീൻസ് എന്ന് പറയണം. സീൻസ്. he seems to have gone there. അവരിവിടെ പോയിട്ടുണ്ടാകാം. he seems to have gone there. Okay, അപ്പോ seem to have plus V3 എന്നാണ് സ്ട്രക്ചർ വരാം. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ സീൻ എന്ന് മാത്രമേ പറയുള്ളൂ. സിംഗുലർ ആണെങ്കിൽ നമ്മൾ സീൻസ് എന്ന് പറയും. he seems to have gone there. Okay, അങ്ങനെ അവൻ അവിടെ പോയിട്ടുണ്ടാകാം. he seems to have studied well. അവന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകാം. he seems to have from the chairman, അവന്റെ ചെയർമാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, സോ അപ്പൊ ക്ലിയർ ആണല്ലോ, എക്സ്പ്രഷൻ ക്ലിയർ ആണല്ലോ. മാക്സിമം ഈ എക്സ്പ്രഷൻസ് ഇപ്പൊ തരുന്ന എല്ലാ എക്സ്പ്രഷൻസ് വെച്ചിട്ട് മാക്സിമം സെന്റൻസ് മേക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, എക്സാമ്പിൾസ് മേക്ക് ചെയ്യാൻ നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു എക്സ്പ്രഷൻ should plus s subject plus v1. should plus subject plus v1. should plus subject plus v1. ഓക്കെ, കടമയെ കുറിച്ച് ചോദിക്കുക എന്നൊരു മീനിങ് ആണ് വരാം. അതായത് നമുക്കുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഡ്യൂട്ടീസ് അല്ലെ, ഒരു കടമയാണ് അല്ലെ. സോ അതിനെ കുറിച്ച് ചോദിക്കുക. അപ്പൊ ഷുഡ് ഐ കം ടുമാറോ, ഞാൻ ടുമാറോ വരണോ, ആ ഒരു രീതിയിലാണ്. ഞാൻ ടുമാറോ വരണോ. ഷുഡ് ഐ കം ടുമാറോ. ഷുഡ് ബി ഇൻഫോം ദം, ഞാൻ അവരെ ഇൻഫോം ചെയ്യണോ. ഷുഡ് ബി ഇൻഫോം ദം. ഷുഡ് ദേ അറേഞ്ച് ഇറ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഇവിടെ. ഷുഡ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സ്പ്രഷൻ ഏതാ? ഗെറ്റ് പ്ലസ് V3. അതായത് ഒബ്ജക്റ്റ് ആണ് ഇവിടെ വരാം കേട്ടോ. ഒബ്ജക്ട് പ്ലസ് ഗെറ്റ് പ്ലസ് V3. നിങ്ങൾ സ്ട്രക്ചർ എഴുതണ്ട, ജസ്റ്റ് ഗെറ്റ് പ്ലസ് V3 എന്ന് മാത്രം എഴുതാം. ഗെറ്റ് പ്ലസ് V3. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. മറ്റുള്ളവരാൾ ചെയ്ത് കിട്ടണം എന്നൊരു മീനിങ് ആണ് മലയാളത്തിൽ വരാം. ഇംഗ്ലീഷ് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഐ വാണ്ട് ടു ഗെറ്റ് മൈ കാർ റിപ്പയർഡ്. അപ്പൊ നമ്മള് എന്താണ്, ഐ വാണ്ട് ടു ഗെറ്റ് മൈ കാർ റിപ്പയർഡ്. ഇവിടെ ഗെറ്റ് പ്ലസ് V3 എന്ന് പറയാൻ കാരണം ഗെറ്റിന് ശേഷം വരുന്നത് എന്താണ്, ഒരു ഒബ്ജക്റ്റ് എന്തെങ്കിലായിരിക്കും, അതിനുശേഷമാണ് V3 വരാം. ഓക്കെ, എനിക്ക് എന്റെ കാർ റിപ്പയർ ചെയ്ത് കിട്ടണം. I want to get my car repaired. We have to get some paper signed. We have to get some papers signed. കുറച്ച് പേപ്പർ സൈൻ ചെയ്ത് കിട്ടണം. My sister has to get her eyes tested.
ഇന്ത്യ സിസ്റ്ററിന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ മറ്റുള്ളവരാൽ നമുക്ക് ചെയ്ത് കിട്ടണം എന്നൊരു മീനിങ്ങിലാണ് നമ്മൾ ഈ ഗെറ്റ് വരാം. അപ്പൊ ഐ വാണ്ട് ടു ഗെറ്റ് മൈ കാർ റിപ്പയർഡ്, ഐ ഹാവ് ടു ഗെറ്റ് സം പേപ്പർ സൈൻഡ്, മൈ സിസ്റ്റർ ഹാസ് ടു ഗെറ്റ് ഹർ ഐസ് ടെസ്റ്റഡ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് കുറച്ച് എക്സ്പ്രഷൻസ് മേക്ക് ചെയ്യാൻ നോക്കാം. So moving on, the next expression is shall plus I or V plus V1. Shall plus I or V plus V1. I അല്ലെങ്കിൽ V subject ആണ്. Shall plus I plus അല്ല I or V plus V1. അതായത് അനുവാദം ഒരു റിക്വസ്റ്റ് ആണ്. ഓക്കെ, shall I help you? റിക്വസ്റ്റ് അല്ല, ഒരു എന്താ പറയാ, ഒരു സഹായിച്ചോട്ടെ, ഒരു അനുവാദം അല്ലേ. അതെ. So shall I help you? Shall I carry your bag? Then shall we sit here for a while? Shall we sit here for a while? അല്ലെങ്കിൽ shall I sit here for a while? നമ്മൾ shall യൂസ് ചെയ്യുന്നത് ഐക്കും ബിക്കും കൂടെയാണ്. എപ്പോഴും നമ്മൾ മെയിനായിട്ട് നമ്മൾ shall യൂസ് ചെയ്യുന്നത് ഐക്കും ബിക്കും കൂടെയാണ്. കാരണം വില്ല് ഇപ്പൊ നമ്മള് ഞാൻ വരാം എന്ന് പറയും. ഞാൻ വരാം അല്ലെങ്കിൽ ഞങ്ങൾ വരാം, അതൊരു വാക്കുണ്ട് അല്ലെ. ഞാൻ വരാം, നീ എന്റെ കൂടെ വരുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ നോക്കട്ടെ, ഞാൻ വരാം. ഓക്കെ, ഞാൻ വരാം എന്ന് പറയുന്നുണ്ട്. സോ ഈ ഞാൻ വരാം എന്നൊരു ഒരു ഷുവർട്ടി ഇല്ല അല്ലെ. വരാം അത്ര ഉറപ്പില്ല, വരും എന്ന് ഉറപ്പില്ല, പക്ഷെ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പക്ഷെ ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ വരാം എന്നുള്ളതാണ് ഈ ഷാൽ. ഐ ഷാൽ കം എന്ന് പറഞ്ഞാൽ ഞാൻ വരാം. നീ വി ഷാൽ കം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരാം. സോ ഐക്കും വിക്കും ആണ് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഷാൽ യൂസ് ചെയ്യാം. ഇപ്പോ ഹി ഷാൽ കം എന്ന് പറയാൻ പറ്റുമോ? അവൻ വരാം അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ഷി ഷാൽ കം പറയില്ല, ഹി ഷാൽ കം പറയില്ല, എവരിബഡി ഷാൽ കം പറയില്ല അല്ലെ. യു ഷാൽ കം പറയും, അതുമില്ല. നീ വരാം എന്ന് പറഞ്ഞു, നീ വരാം അങ്ങനെയും പറയില്ല. അപ്പൊ ഞാൻ വരാം എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഞാൻ വരാം അല്ലെങ്കിൽ ഞങ്ങൾ വരാം എന്ന് പറയാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഐക്കും ബിക്കുമാണ് നമ്മൾ ഷാൽ യൂസ് ചെയ്യുന്നത് പറയുന്നത്. അതുകൊണ്ടാണ് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനില് സ്ട്രക്ചറില് ഐയും ബിയും മാത്രമേ ഉള്ളത്. ഓക്കെ, അപ്പോ shall I help you? Shall I carry your bag? Shall we sit here for a while? നിങ്ങൾ ഇവിടെ കുറച്ച് ഇരുന്നോട്ടെ. ഓക്കെ, ഞാൻ നിന്റെ ബാഗ് എടുക്കണോ? ആ ഒരു ഇതിലാണ്. ഒരു അനുവാദം അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് പോലെയോ അങ്ങനെയാണെങ്കിലൊക്കെ നമുക്കിത് പറയാം. ഓക്കെ, നെക്സ്റ്റ് can have plus now. ഇത്രയും നേരം നമ്മൾ വെറുപ്പാണ് പറഞ്ഞത്. എനിക്ക് വേണ്ട, അത് എഴുതണ്ട. can have plus can't have plus v3 എഴുതി. can't cannot ഷോർട്ട് ആണ് can't. can't have plus v3 അങ്ങനെ ചെയ്യാൻ വഴിയില്ല, അങ്ങനെ ചെയ്തിരിക്കാൻ വഴിയില്ല. ആ ഒരു മീനിങ് ആണ് വരാം കേട്ടോ. അങ്ങനെ ചെയ്തിരിക്കാൻ വഴിയില്ല. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് can't have plus v3, subject plus can't have plus v3. okay, she can't have done it. അവളങ്ങനെ ചെയ്യാൻ ഒരു വഴിയില്ല. ഓക്കെ, അവളങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയും, സാധ്യതയില്ല, കഴിയില്ല, വഴിയില്ല, ഒരു മീനിങ് ആണ്. ഇനി they can have resigned, they can have resigned, they can have started the function, they can have started the function. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല, ആ രീതിയിലാണ്. ഓക്കെ, അപ്പൊ can have plus v3. have എവിടേക്ക് വരുന്നോ അതിനുശേഷം വരുന്ന വെർബ് എപ്പോഴും തേർഡ് ഫോം ആയിരിക്കും. ഓക്കെ, അതൊരിക്കലും മറക്കരുത്. നെക്സ്റ്റ്
ക്യാൻ ഹാവ് പറഞ്ഞ് എന്റെ വേറൊരു പോർഷൻ വരെയാണ് നീഡിന്റെ ഹാവ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഒരു മീനിങ് ആണ്. നീഡിന്റെ ഹാവ് പ്ലസ് P3. നീഡിന്റെ ഹാവ് പ്ലസ് P3. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് നീഡിന്റെ ഹാവ് പ്ലസ് P3 ആണ്. സബ്ജക്ട് പ്ലസ് നീഡിന്റെ ഹാവ് പ്ലസ് P3. You didn't have paid the money. You didn't have paid the money. നീ പൈസ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നില്ല. Okay. She didn't have checked everything. അവളെ എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നില്ല. Everybody didn't have gone there. എല്ലാവരോടും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ didn't have ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞെല്ലാം ക്ലിയർ ആണ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് എടുക്കുന്നത് ക്ലിയർ ആണോ? യെസ്. ഓക്കെ, can have പറഞ്ഞു. ഇനി could have. Could have plus P3. Subject plus could have plus എക്സാമിന്റെ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ ഓഫീസിൽ വിളിച്ച് ചോദിക്കുക, അതിനെ കുറച്ചുകൂടെ ബെറ്റർ. could have plus നിങ്ങളുടെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ അല്ലെ? പോർഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ചിലപ്പോൾ എക്സാം വരും, ചിലപ്പോൾ അല്ല എക്സാം വരും. പോർഷൻ കംപ്ലീറ്റ് ആയാലും എക്സാം ഉണ്ടല്ലോ. ഓക്കെ, ഇനി എക്സാമിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ ഇത് so subject plus could have plus V3. Subject plus could have plus V3. I could have gone abroad. ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാ ചെയ്തില്ല ഒരു മീനിങ് ആണ്. എനിക്ക് അവിടെ പോകാൻ പറ്റുമായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. കുഡ് വരുന്നത് ഇപ്പോഴും പാസ്റ്റ് ആണ് അല്ലെ? എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു, എനിക്ക് അങ്ങനെ അവിടെ പോകാമായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല എന്നൊരു മീനിങ് ആണല്ലേ പോകാമായിരുന്നു. അതെ, എന്റെ ക്ലാസ് റെക്കോർഡാണ്. ഓക്കെ, റെക്കോർഡ് ക്ലാസ് കാണണമെങ്കിൽ കാണാം. ഇതുവരെ കണ്ടിട്ടില്ലേ? കുഡിന്റെ അല്ല കേട്ടോ, കുഡ് ഹാവ് ആണ്. കുഡിന്റെ അല്ല, നെഗറ്റീവ് അല്ല. കുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും പുതിയ സ്റ്റുഡൻസ് ആണോ? പുതിയ മീൻസ് എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടാണോ നിങ്ങള് ഇപ്പോ സംസാരിക്കുന്നത്? ഗ്രീഷ്മ ആൻഡ് ഷൈനി ഫസ്റ്റ് ടൈം ആണോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണോ? അല്ല, ഗ്രീഷ്മ അല്ല. ഓക്കെ, ഷൈൻ, എനിക്ക് ഷൈനെ കണ്ടതായിട്ടൊന്നും ഓർമ്മയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഏതാ? സബ്ജക്ട് പ്ലസ് കുഡ് ഹാവ് പ്ലസ് V3. I could have gone abroad. I could have gone abroad. എനിക്ക് അബ്രോഡ് പോകാമായിരുന്നു, പോകാൻ കഴിയുമായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. ആ ഒരു മീനിങ് ആണ്. പോകാൻ കഴിയുമായിരുന്നു അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും, പക്ഷെ ഞാൻ പോയില്ല എന്നൊരു സെന്റൻസ് അവിടെ വരുന്നില്ല. പക്ഷെ ഇത്രയും സെന്റൻസ് വരുമ്പോൾ നമുക്ക് അങ്ങനെ മീൻ ചെയ്യാൻ പറ്റും. I could have gone abroad എന്ന് പറഞ്ഞാൽ എനിക്ക് അബ്രോഡ് പോകാൻ കഴിയുമായിരുന്നില്ല എന്നൊരു മീനിങ് ആണ്. അല്ല, അബ്രോഡ് പോകാൻ കഴിയുമായിരുന്നു എന്നൊരു മീനിങ് ആണ് വരാം. അപ്പൊ കുഡിന്റെ ഹാവ് ആണ് അവിടെ വന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിയുമായിരുന്നില്ല, എനിക്ക് അബ്രോഡ് പോകാൻ കഴിയുമായിരുന്നില്ല എന്നൊരു മീനിങ്. ഇവിടെ കുഡ് ഹാവ് ആണ്, നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. സോ എനിക്ക് അബ്രോഡ് പോകാൻ കഴിയുമായിരുന്നു, ആ ഒരു മീനിങ്ങിലാണ് ഇവിടെ വരാം. I could have written the exam. എനിക്ക് എക്സാം എഴുതാൻ കഴിയുമായിരുന്നു. She could have come here. അവർക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നു. ഓക്കെ, നെഗറ്റീവ് പറയാം, സെയിം തന്നെ നെഗറ്റീവ് പറയാം. I couldn't have gone abroad. എനിക്ക് കഴിയുമായിരുന്നില്ല. I couldn't have write the exam. എനിക്ക് എക്സാം എഴുതാൻ കഴിയുമായിരുന്നില്ല. She couldn't have come here. അവൾക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നില്ല. സോ ഓരോ could have മീനിങ് കിട്ടിയത് തന്നെ അതിന് നെഗറ്റീവ് couldn't have ആണല്ലോ അല്ലെ? അപ്പൊ ഈ രണ്ട് രീതിയിലും എക്സ്പ്രഷൻസ് വെച്ച് നമുക്ക് സെന്റൻസ് മേക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, മലയാളം മീനിങ് എന്തായാലും എഴുതി വെക്കാം, അല്ലെങ്കിൽ ഡൗട്ട് വരുമ്പോൾ നോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ടില് റെഫർ ചെയ്തിരിക്കുക. നെക്സ്റ്റ് വുഡ് ഹാവ് ആണ്. വുഡ് ഹാവ് പറഞ്ഞു, നെക്സ്റ്റ് വുഡ് ഹാവ്. വുഡ് ഹാവ് പ്ലസ് V3. ഹാവിന് ശേഷം എപ്പോഴും V3 വരാം കേട്ടോ, ആ ഒരു ഡൗട്ടിന് ഒരിക്കലും വേണ്ട. ഹാവിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും ഫോം ആയിരിക്കണം.
മസ്റ്റ് ആണ്, അത് റൂൾ ആണ്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പോ would have എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് would have പ്ലസ് V3. എനിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എന്നൊരു മീനിങ് ആണ്. എനിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. I would have practiced like that. എനിക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. I would have been a police officer. എനിക്ക് പോലീസ് ഓഫീസർ ആകാമായിരുന്നു. എനിക്ക് പോലീസ് ഓഫീസർ ആകാമായിരുന്നു. I would have been a dancer. എനിക്ക് ഡാൻസ് ആകാമായിരുന്നു. വേണമെങ്കിൽ എനിക്ക് ആകാമായിരുന്നു. അല്ലെ, ആയിരുന്നു. വുഡില് തന്നെ വുഡ് ആണ്. സോ ഫ്യൂച്ചറിൽ തന്നെ പാസ്റ്റ് ആണ്. ഓക്കെ, ഫ്യൂച്ചർ എന്ന് പറയുന്നത് വീലാണ്. വീല് എന്ന് പറയുമ്പോൾ വീലിന്റെ പാസ്റ്റ് ആണ് വുഡ്. അപ്പൊ ഫ്യൂച്ചറിൽ തന്നെ പാസ്റ്റ് ആണ് വുഡ്. എനിക്ക് അങ്ങനെ ആകാമായിരുന്നു. ആയിട്ടില്ല, മനസ്സിലായോ? ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ആകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ആകാമായിരുന്നു, പക്ഷെ എനിക്ക് പറ്റില്ല. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഒരു ടീച്ചർ ആകും എന്നാണെങ്കിൽ ഐ വിൽ ബിക്കം എ ടീച്ചർ എന്ന് പറയാം. ഞാൻ ടീച്ചർ ആകും, അതായത് ബിക്കം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ടീച്ചർ ആകും. വരാൻ പോകുന്ന കാര്യമാണ്, നമുക്ക് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ മിക്കവാറും ടീച്ചർ ആകും. പക്ഷെ എനിക്ക് ടീച്ചർ ആകാമായിരുന്നു. കുറച്ചുകൂടെ പ്രായമെല്ലാം കഴിഞ്ഞ് ഒരു 50 ഒക്കെ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്ഷൻസ് കുറവാണല്ലോ. അപ്പൊ ആ ടൈമിൽ നമ്മൾ ഇങ്ങനെ പറയാണ്, നമ്മുടെ മക്കളോടൊക്കെ പറയാം, എനിക്ക് അന്ന് ടീച്ചർ ആകാമായിരുന്നു, പക്ഷെ ഞാനില്ല എന്ന് പറയുമ്പോൾ ഐ വുഡ് ഹാവ് ബീൻ എ ടീച്ചർ എന്ന് പറയാം. ഐ വിൽ ടീച്ചർ, എനിക്ക് ടീച്ചർ ആകാമായിരുന്നു. മനസ്സിലായോ? ആ ഒരു മീനിങ്ങിലാണ് നമ്മളിവിടെ വുഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് feel like plus be plus ing. feel like subject plus feel like plus verb ന്റെ കൂടെ ing. subject plus feel like plus feel like. okay, subject plus feel like plus verb ing. I feel like dancing. I feel like dancing. എനിക്ക് ഡാൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് ഡാൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ആ ഒരു മീനിങ്ങിലാണ് വരാം. അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നൊരു മീനിങ് ആണട്ടെ ഫീൽ ലൈക്കിന് വരാം. എനിക്ക് അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, എനിക്കല്ല, സബ്ജക്റ്റ് ഇല്ല, അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നൊരു മീനിങ് ആണ് വരാം. ഓക്കെ, അതെട്ടോ ഫീൽ ആണേ. ഫീൽ like L-I-K-E. F-E-E-L-L-I-K-E. feel like. I feel like dancing. I feel like smoking. I feel like singing. I feel like teaching. എനിക്കൊന്ന് പഠിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് ഡാൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, എനിക്കൊന്ന് പാട്ട് പാടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പറയാ, I feel like singing, I feel like dancing, I feel like teaching. I feel like swimming. എനിക്ക് നീന്തൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം പഠിക്കണമെങ്കിൽ നിങ്ങൾ സെന്റൻസ് മേക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ കയ്യിൽ കിട്ടുന്ന സെന്റൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ മേക്ക് ചെയ്യുക, സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് മേക്ക് ചെയ്യുക. അപ്പൊ ഗ്രാമർ മിസ്റ്റേക്ക് ഫീൽ ചെയ്യില്ല, ഗ്രാമർ മിസ്റ്റേക്ക് വരില്ല. ഓക്കെ, അതിനാണ് ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് തരുന്നത്. ഗ്രാമർ മിസ്റ്റേക്ക് വരാതിരിക്കാണ് സ്ട്രക്ചർ തരുന്നത്. അപ്പൊ അതിനിടയിൽ നിങ്ങൾക്ക് വേറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, മാക്സിമം സെന്റൻസ് മേക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇമ്പ്രൂവ്മെന്റ് വേണ്ട, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണ്ടേ, എന്തെങ്കിലും സംസാരിക്കാൻ പറ്റണ്ടേ. ഓക്കെ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് നല്ല ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്തൊരു കാര്യവും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാതെ ഒന്നും പോസിബിൾ അല്ല. ഓക്കെ, സോ ഇത്രയും എക്സ്പ്രഷൻസ് എല്ലാം അവർ എഴുതിയല്ലോ. കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരും എക്സാമ്പിൾസ് മാക്സിമം എക്സാമ്പിൾസ് ഒന്ന് മേക്ക് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾസ് ഒന്ന് പറയണേ. എക്സാമ്പിൾസ് പറയാൻ പറ്റിയില്ലെങ്കിലും ടെക്സ്റ്റിംഗ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾസ് ഒന്ന് പറയൂ.
ഇന്ന് പറഞ്ഞ എക്സ്പ്രഷൻസ് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് മേക്ക് ചെയ്യൂ. ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ടിഫിൻ മാത്രമാണ് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി. ഓക്കെ ഓക്കെ, സോ കറക്റ്റ് ആണ് ടിഫിൻ. They seem to have tried it. Okay. Yeah, Rishma, okay. Should be arranged with the seat. Should be ആണ്. Should be പറഞ്ഞില്ലല്ലോ. എന്താ ഉദ്ദേശിച്ചത് ഗ്രീഷ്മ? അപ്പൊ ഫസ്റ്റ് പറഞ്ഞത് ഷുഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V3 അല്ലേ? ഏതാണ് ഉദ്ദേശിച്ചത്? ക്വസ്റ്റ്യൻ ആണോ? കടമയെ പറ്റി പറയുമ്പോ ഷുഡ് ഷുഡ് അല്ലേ? പക്ഷെ ബി എന്താണ്? ബി അല്ല, ബി ആണ്. ഷുഡ് ബി എന്നല്ലേ? ഷുഡ് ബി എന്നാണ്. ഗ്രീഷ്മ ടെക്സ്റ്റ് ചെയ്ത് ബി ആണ്. ബി ആണ് ഉദ്ദേശിച്ചത്. സബ്ജക്ട് ഞങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചത്. അല്ല, ഷുഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V3 അല്ലേ? V3 അല്ല, V1 ആണ്. V1 ആണ്. അത് എഴുതിയത് തെറ്റിയപ്പോ. അപ്പോ ഷുഡ് ബി വരില്ല. ഷുഡ് ബി അറേഞ്ച് എന്ന് വരുള്ളൂ അല്ലേ? ഷുഡ് ബി അറേഞ്ച് ദ സീറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ ആഡ് ചെയ്യണം. അത് ക്വസ്റ്റ്യൻ ആണ്. ഷുഡ് ബി അറേഞ്ച് ദ സീറ്റ്. ഓക്കെ മിസ്. Yeah, he feel like traveling. Yeah. അവര് ട്രാവൽ ചെയ്ത് കൊള്ളാറുണ്ട്. Okay, he feel like traveling. Then shall we invite them to the party? Shall we invite them to the party? Yeah. Should I go? Okay. Then she could have a teacher. Yeah. Want to get my order? The classical active ആണല്ലോ. Yeah. Okay, അടുത്ത എക്സാമ്പിൾ പറയൂ. അതാവട്ടെ, എക്സാമ്പിൾസ് മേക്ക് ചെയ്യൂ.
ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഏതെങ്കിലും അറിയാത്ത എന്തെങ്കിലും പോർഷൻ ഉണ്ടോ? അറിയണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും പോർഷൻ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ? ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വരുന്ന ക്ലാസ്സിൽ നമുക്ക് അത് വേണ്ടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും എനിക്ക് അത് അറിയില്ല മിസ്സയെ കുറിച്ച്, അതിനെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം. Shall I help me cooking? മിസ്റ്റേക്ക് ആണോ? എന്താ ഉദ്ദേശിച്ച ഇംഗ്ലീഷ് മദർ? കുക്കിങ്ങിന് എന്നെ സഹായിക്കുമോ? അപ്പൊ അവിടെ മീ വരില്ലേ? കുക്കിങ്ങിന് സഹായി അനുവാദം ചോദിക്കാനാണല്ലേ ഷാലായി. അപ്പൊ അവിടെ യു ആണ് കുഴപ്പമില്ലായിരുന്നു. Shall I help you എന്ന് ചോദിക്കായിരുന്നു. ഹെൽപ്പ് യു കുക്കിംഗ്. For cooking. ഓക്കെ ഓക്കെ മിസ്. അവിടെ shall I help you cook എന്ന് വെച്ചാലും മതി, കുക്കിംഗ് വേണമെന്നില്ല. കുക്ക് shall I help you cook എന്ന് വെച്ചാലും മതി. ഓക്കെ, ING വേണമെന്നില്ല കേട്ടോ. ING വരുമ്പോൾ അത് കണ്ടിന്യൂഷൻ ആണ്, കണ്ടിന്യൂഷൻ ആണല്ലോ. shall I help you cook ചെയ്യാൻ പാടിട്ടാണ്. നമ്മള് ഇപ്പോ shall I just ചോദിക്കുമ്പോൾ കണ്ടിന്യൂ ING ഫോമിന്റെ ആവശ്യമില്ല, ബേസ് ലെവൽ മതി. അതാണ് പറയുന്നത് V1 എന്ന് പറയുന്നത്. അവിടെ shall പ്ലസ് സബ്ജക്ട് പ്ലസ് V1 വേർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പൊ കുക്കിംഗ് ഫസ്റ്റ് ഫോം അല്ല, കുക്കാണ് ഫസ്റ്റ് ഫോം. ഓക്കെ. അപ്പൊ സ്ട്രക്ചർ ശ്രദ്ധിച്ചിട്ട് എഴുതുകയാണെങ്കിലും മിസ്റ്റേക്ക് വരില്ല. കറക്റ്റ് നമ്മൾ സ്ട്രക്ചർ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്ട്രക്ചറിനെ ഫോളോ ചെയ്താൽ മതി, മിസ്റ്റേക്ക് ഒന്നും വരില്ല. ഞാൻ ചോദിച്ച റിപ്ലൈ പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും പോർഷൻ ഉണ്ടോ? അങ്ങനെ അറിയാത്ത എന്തെങ്കിലും പോർഷൻ ഉണ്ടോ? അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയൂ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ. ഒന്ന് റെസ്പോണ്ട് ചെയ്യും. നിങ്ങള് ഉണ്ടാതിരിക്കില്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. എന്തോ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്? ഒരാളെവിടെ ചോദിക്കുന്നതിന് ആൻസർ പറയണ്ടേ? ആ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കൂ നിങ്ങള്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ചോദിച്ചു. മിസ്, ഞാനേ കറക്റ്റ് ആയിട്ട് ഇത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്ത കാരണേ ഏതൊക്കെ പോർഷൻസ് ആണ് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഒന്നും റിപ്ലൈ തരായിരുന്നു. തോന്നി കുറച്ചുപേര് പുതിയതുണ്ട്. ഓക്കെ, എക്സാമ്പിൾസ് എന്താണ് ആരും മേക്ക് ചെയ്യാതെ? നഫീറ, നിങ്ങൾ എന്താണ് ഇങ്ങനെ? കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പറയൂ നഫീറ. ചില വേർഡ്സിന്റെ പ്രൊണൗൺസിയേഷന്റെ അറിയില്ലല്ലോ, ഡിഫറൻസ് വരില്ലല്ലോ. എന്തോ പ്രൊണൗൺസിയേഷൻ ചില കോൺഫിഡൻസും മൊബൈൽസും ഒക്കെ ചില വേർഡ്സ് പ്രൊണൗൺസ് മിസ്റ്റേക്ക് ഉണ്ടാവുമല്ലോ. ക്ലിയർ ആയില്ല, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വേർഡ്സിന്റെ പ്രൊണൗൺസിയേഷൻ ചിലപ്പോ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് പറയുമല്ലോ. പറയും. അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് മിസ് പറഞ്ഞാൽ പറ്റുമോ? എക്സാമ്പിൾസോ? കാരണം ചില വേർഡ്സ് പല ടൈപ്പ് ഓരോ വേർഡ്സ് പ്രൊണൗൺസ് ചെയ്യുക.
അപ്പൊ അതിന്റെ കറക്റ്റ് സൗണ്ട് എങ്ങനെയാണ്? കാരണം അത് സൗണ്ട് മനസ്സിലായി, എനിക്ക് പറഞ്ഞത് മനസ്സിലായി. കറക്റ്റ് ഒരു പ്രൊണൗൺസിയേഷൻ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന പോലെ അല്ല, അത് ഒറിജിനൽ എന്നല്ലേ. അതില് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ഫോണറ്റിക്സ് ആണ്. ഫോണറ്റിക്സ് പഠിക്കുമ്പോഴാണ് നമുക്ക് ആ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് എന്ന് പറയുന്നത്. കാരണം അതിന് ഏറ്റവും വലിയ എക്സാമ്പിള് നമ്മൾ ദാ പറയും, THE നമ്മൾ എന്താ പറയാ, കുറച്ചു പേര് ദീ പറയും, ദാ പറയും, അല്ലെ, ദ് പറയും. പക്ഷെ അതങ്ങനെയല്ല. അത് നമ്മൾ ആരും നമ്മള് ഇന്ത്യക്കാരങ്ങനെ പൊതുവേ ഇന്ത്യൻസ് പറയാറില്ല ആ ഒരു പ്രൊണൗൺസിയേഷൻ. ആ പ്രൊണൗൺസിയേഷൻ തന്നെ മിസ്റ്റേക്ക് ആണ്. സിമ്പിൾ ആയിട്ട് എനിക്ക് പറയാലോ, അത് തന്നെ മിസ്റ്റേക്ക് ആണ്. പക്ഷെ നമ്മൾ മാറ്റാൻ പറ്റില്ല നമുക്കത്. കാരണം നമ്മളത് പറഞ്ഞ് ശീലിച്ചു പോയി. പൊളിറ്റിക്സ് പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ദി എന്ന് പറയുമ്പോ നാക്ക് നമ്മുടെ ആ ഒരു മുകളിൽ പോയി ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മളെല്ലാവരും പറയാ ദി കാൾ, അല്ലെ, ദി കാൾ എന്നാ പറയാ. പക്ഷെ അങ്ങനെയല്ല, ഷീ എന്നാണ് പറയാ. നാക്ക് നമ്മുടെ പുറത്തോട്ട് വരണം, ഒരുപാട് പുറത്തൊക്കെ അല്ല കേട്ടോ, പുറത്തോട്ട് വന്നിട്ട് കുറച്ച് എയർ വരണം. ആ ഒരു രീതിയിലാണ് നമ്മൾ അത് പ്രൊണൗൺസ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, പുറത്ത് ഫോറിനേഴ്സ് ഒക്കെ പറയുമ്പോൾ അവർ ഇത് എന്നല്ല പറയും, ഓക്കെ, എന്നാ പറയുന്നത്, സ്കാൾ. അത് ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോകുന്ന. പക്ഷെ നമുക്കത് ഇപ്പൊ പഠിക്കല് അത് ഇമ്പോസിബിൾ ആണ്. കാരണം നമ്മൾ ഓൾറെഡി അത് പഠിച്ച് യൂസ്ഡ് ആണ്, പിന്നെ അത് മാറ്റാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രൊണൗൺസിയേഷൻ നമ്മൾ മിസ്റ്റേക്ക് ആയിട്ടാ പറയുന്നത്. ഉച്ചരിക്കാൻ പാടില്ല മിസ്, ഉച്ചരിക്കാൻ പാടില്ല. ദാ ഉച്ചരിക്കാൻ പാടില്ലെന്നല്ല, അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെയല്ല. ഇപ്പൊ നമ്മളത് ഉച്ചരിച്ച് ഇപ്പൊ അത് ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്താ പറയുന്നത്. അതുകൊണ്ട് സീനൊന്നുമില്ല. പക്ഷെ അതിന്റെ പ്രൊണൗൺസിയേഷൻ അത് കറക്റ്റ് അല്ല എന്നുള്ളൂ. ഓക്കെ, അതുപോലെ കാണ്ട് എന്നല്ലേ പറയാ, എന്തോ CAN അപ്പോസ്ട്രോഫി T ഇട്ടിട്ട് കാണ്ട് എന്നല്ലേ പറയാ. CAN അപ്പോസ്ട്രോഫി T. അതെങ്ങനെയാ പറയാ? കാണ്ട് എന്നല്ലേ ഉച്ചരിക്കാം. ഒരു കാര്യം നമുക്ക് ഇംഗ്ലീഷില് ഇത് എന്ന് പറയുന്നത് ഒരു വേർഡില്ല. എന്ന് പറയണല്ലേ ലാസ്റ്റ്. എന്താ പറയാ, കാൻറ്റ്. അത് നമ്മൾ ആ രീതി പ്രൊണൗൺസ് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. നമ്മൾ കാൻറ്റ്, നമുക്ക് മലയാളം പഠിച്ചത് കൊണ്ട് നമ്മുടെ മലയാളത്തിലുള്ള ടായും കേറി വരും. അതാണ്, കാൻറ്റ് അല്ല ഒരിക്കലും. കാണില്ല, ആ ഒരു ടോൺ തന്നെ മാറും. ഓക്കെ, പ്രൊണൗൺസ് ചെയ്യുമ്പോൾ അതിന്റെ ടോൺ ഉൾപ്പെടെ മാറാം. ഐ ക്യാൻ ഡു ദാറ്റ്, ആ ഒരു രീതിയിൽ വരണം. മലയാളം പറയുന്ന പോലെ ഐ കാണ്ട് ഡു ദാറ്റ് എന്ന് പറഞ്ഞാല് അത് മിസ്റ്റേക്ക് എന്നല്ല, അത് ആ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അല്ല എന്ന് മാത്രം. ആ ടോണും കറക്റ്റ് അല്ല എന്ന് മാത്രം, അല്ലാണ്ട് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ പഠിക്കണം. മാക്സിമം ഓരോ വേർഡിന്റെയും പ്രൊണൗൺസിയേഷൻ പഠിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക, അത് യൂസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ഇത് പഠിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങൾ നാളെയും കാൻറ്റതേ പറയുള്ളൂ. പക്ഷെ ക്യാൻറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചാൽ മാത്രമേ പിന്നീട് നിങ്ങളുടെ വായിൽ ഇത് വരുള്ളൂ. പിന്നെന്താണ്, ഇപ്പോ ലേറ്റർ എങ്ങനെ നിങ്ങൾ പറയാ? ലേറ്റർ എന്ന് പറയും. അവിടെ ആണ് സൈലന്റ് ആണ്, ലേറ്റർ. സൈലന്റ്. പിന്നെ നമ്മള് സൈലന്റ് ആണ്. എ എന്ന് പറയില്ലേ, എ അല്ല, എ എന്ന് പറയില്ല, എക്കാർ എന്ന് പറയില്ല. അവിടെ എന്നൊരു സൗണ്ട് അവരുള്ളൂ. എക്കാറല്ല. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ വലുതെന്നായിരിക്കും അല്ലെ. ചില വലിയ വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. ചിലത് കമന്റ് എന്ന് പറഞ്ഞു, കമന്റ് എന്ന് പറയാറുണ്ട്. കമന്റ് ചെയ്യും. അപ്പൊ അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നോക്കുക. മനസ്സിലായോ? കമന്റ് എന്ന് പറയും, ചിലര് കമന്റ് എന്ന് പറയും, അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ കറക്റ്റ് ഏതായിരിക്കും? ഇവിടെ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, ചിലപ്പോ കമന്റും സെയിം ആയിരിക്കും. പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്ക് ഒന്നും വരാൻ ചാൻസ് ഇല്ല.
നമ്മള് മലയാളികൾ പൊതുവെ ഇന്ത്യൻസ് ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? രണ്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ചില വേർഡ് അങ്ങനെയാണ്. പാന്റ്, ജീൻസ് രണ്ടും ഒന്നാ അല്ലെ? ട്രക്ക്, ലോറി രണ്ടും ഒരു സാധനം തന്നെയല്ലേ അല്ലേ? ട്രക്കിനെ കണ്ടാലും നമ്മൾ ലോറി എന്ന് പറയും, ലോറിനെ കണ്ടാൽ ട്രക്ക് എന്നും പറയും. അതാണ് അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും നമ്മുടെ ഡിഫറൻസ് ആണ്. സെയിം പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. അതായത് ആ ഒരു വസ്തുവിനെ കണ്ടിട്ട് പറയുന്ന പേര് ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് നെയിം ഉണ്ടാവും. അത് ഒന്ന് ബ്രിട്ടീഷും ഒന്ന് അമേരിക്കൻ ഇംഗ്ലീഷുമാണ്. ഓക്കെ, അതുപോലെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. അതുപോലെ സൈലന്റ് ലെറ്റേഴ്സ് ഉണ്ടല്ലോ, സൈലന്റ് ലെറ്റേഴ്സ്. അപ്പൊ എന്തുകൊണ്ടാണ് ആ ലെറ്റർ അവിടെ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ അങ്ങനെ ചോദിച്ചാൽ വേർഡ് ഉണ്ടാക്കിയവരോട് ചോദിക്കണം. എക്സാമ്പിൾ സുനാമിയുടെ സ്പെല്ലിംഗ് എന്താ? അത് പഠിക്കേണ്ട ആണ് അല്ലെ? സുനാമിയുടെ സ്പെല്ലിംഗ് എന്താ? എന്തുകൊണ്ട് ടി വന്നോ? ടി വേണ്ടെന്ന് വെച്ചാൽ അവർ എഴുതുന്നോ അല്ലെ? പക്ഷെ ടി ഉണ്ട്, ടി സൈലന്റ് ആണ്. അങ്ങനെ ഒരുപാട് വേർഡ്സ് ഇല്ലേ? പണ്ടൊക്കെ നമ്മൾ ക്നൈഫ് എന്നൊക്കെ വായിച്ച ഒരു ടൈം ഉണ്ട്. സൈലന്റ് ആണ്. പിന്നെയാണ് മനസ്സിലാക്കുക സൈലന്റ് ആണ്. പ്രത്യേകിച്ച് അതിന് ഇതൊന്നുമില്ല. അങ്ങനെ റീസൺ എനിക്ക് അറിയില്ല. സത്യം പറയാം, എനിക്ക് അറിയില്ല റീസൺ. അറിയാം അങ്ങനെയൊക്കെ സൈലന്റ്, പക്ഷെ അതൊക്കെ പഠിക്കണം. ഇപ്പൊ പെട്ടെന്ന് സ്പെല്ലിംഗ് പറയാൻ പറഞ്ഞാല് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അത് പഠിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് നമ്മുടെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് നമ്മൾ ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തത് കൊണ്ട് നമ്മൾക്ക് ഉച്ചരിക്കുമ്പോ ഈ ലെറ്റർ ഇവിടെ സൈലന്റ് ആയിരിക്കും, അങ്ങനെ അറിയാം. ഇപ്പൊ സൈക്കോളജിക്ക് എന്തെങ്കിലും പറയാം. അതെ, അങ്ങനെയുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു അമേരിക്കനും ബ്രിട്ടീഷും പറഞ്ഞു. നിങ്ങളിപ്പോ ഞാൻ പറയുന്ന വാക്കുകളെല്ലാം കേട്ടിട്ടുണ്ടോ? അപ്പാർട്ട്മെന്റ്, ഫ്ലാറ്റ്, ഇത് രണ്ടും എന്താ വ്യത്യാസം? ഒന്ന് തന്നെയല്ലേ? അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് ഒന്ന് തന്നെയല്ലേ? നമ്മൾ രണ്ട് വേർഡ് യൂസ് ചെയ്യാറുണ്ട്. അത് ഒരെണ്ണം അമേരിക്കൻ പോലും ബ്രിട്ടീഷും ആണ്. സാധനം ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം ഒന്നൊക്കെ. പിന്നെ ഒരെണ്ണം എറേസർ ആൻഡ് റബ്ബർ. എന്താണ്? രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ? റബ്ബർ എന്ന് വെച്ചാൽ സെയിം തന്നെയാണ്. അതിനുള്ള റീസൺ എന്താണ്? അതൊരു ബ്രിട്ടീഷും അമേരിക്കൻ ഇംഗ്ലീഷും ആണ്. നമ്മൾ ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത്. പാന്റ്, ട്രൗസർ രണ്ടും സെയിം തന്നെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചാല് തീരില്ല. ഓക്കെ, നമ്മുടെ ലൈഫ് എൻഡ് വരെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇപ്പോ ഡേ ബൈ ഡേ ഗ്രോയിങ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഗ്രോയിങ് ലാംഗ്വേജ് എന്ന് പറയാം. ഓരോ ദിവസവും ഓരോ പുതിയ വേർഡ് അവര് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പഠിക്കണം, ഒരുപാട് പഠിക്കാനുണ്ട് ഇംഗ്ലീഷ്. ഫ്ലുവൻസി നേടാനൊന്നും കുഴപ്പമില്ല. നമുക്ക് ബിഗിനേഴ്സ് ആയത് കൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് ഫ്ലുവൻസി കിട്ടും. സംസാരിക്കുമ്പോൾ നമ്മള് പറയും ലോക്കൽ ഇംഗ്ലീഷ് ആണെന്ന് പറയില്ലേ? അത് ലോക്കൽ മീൻസ് നമ്മൾ അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ എപ്പോഴും ആ രീതിയിൽ ഇംഗ്ലീഷിലേ തുടങ്ങുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹം വരുന്നത് അഡ്വാൻസ്ഡ് ആയിട്ട് സംസാരിക്കണം അല്ലെ? നല്ല രീതിയിൽ അവര് പറയുന്ന ഇംഗ്ലീഷ് പറയുന്ന പോലെ സംസാരിക്കണം. അപ്പൊ ഓരോ വേർഡിന്റെയും അഡ്വാൻസ്ഡ് ലെവൽ വേർഡ് പഠിക്കാം. മനസ്സിലായോ? അപ്പൊ ഏതൊരു വേർഡ് എടുത്താലും അതിന് കുറച്ച് ബെറ്റർ വേർഷൻ ആയ അഡ്വാൻസ്ഡ് ലെവൽ വേർഡ് പഠിക്കണം. അപ്പൊ നമുക്ക് എന്താണ് അവര് പറയുന്ന പോലെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഫസ്റ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആകുക. അതിനുശേഷം മാത്രമാണ് അഡ്വാൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാലും നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം കേട്ടോ.
ഏതൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഓരോ ദിവസവും ഞാൻ പറഞ്ഞു ഓരോ വേർഡ് വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്ഡേറ്റഡ് ആകാം. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ക്ലാസ് ചോദിച്ച പോലെ പണ്ടൊക്കെ കാണുമ്പോ ഹൗ ആർ യു ഹൗ ഡു യു എന്ന് ചോദിച്ചിരുന്നവരെ ഇപ്പൊ എന്താ ചോദിക്കുക? ഹൗ ഡു യു എന്ന് ചോദിക്കാറില്ല. പണ്ടാണ് ആരൊക്കെ ഉണ്ടാകുക ഹൗ ആർ യു ഹൗ ഡു യു എന്ന് ചോദിക്കും അല്ലേ? ഇപ്പൊ അങ്ങനെ ചോദിക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഹൗ ആർ യു എന്ന് ഒത്തിരി ഫോർമലായിട്ട് ചോദിച്ചു, അല്ലെങ്കിൽ നമ്മൾ എന്താ ചോദിക്കുക? വാട്സാപ്പ് എന്ന് ചോദിക്കും അല്ലെ? വാട്സാപ്പ് ഹൗസ് ഗോയിങ് ഓൺ എന്നൊക്കെ, ഹൗസ് ഗോയിങ് ഓൺ. ഇപ്പൊ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? കാലത്തിനൊപ്പം നമ്മളും പോവുക. ക്ലിയർ ആണോ? ഇനിയിപ്പോ കുറച്ച് ക്ലാസ്സേ ഉള്ളൂ ഇംഗ്ലീഷിന്. മാക്സിമം ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ആഗ്രഹമുള്ള എന്തെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാൻ, ഞാൻ കറക്റ്റ് ചെയ്ത് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇനിയിപ്പോ അടുത്ത ക്ലാസ് ട്യൂസ്ഡേ ആണ്, മാക്സിമം ജോയിൻ ചെയ്യാം. ക്ലിയർ ആണോ? ഇനിയിപ്പോ കുറച്ച് ക്ലാസ് കിട്ടുള്ളൂ. പോർഷൻ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് അവർക്ക് കൊടുക്കേണ്ടിയും വരും, മറ്റ് സബ്ജക്റ്റുകൾക്ക് കൊടുക്കേണ്ടിയും വരും. അപ്പൊ നിങ്ങൾക്ക് ടൈം ലിമിറ്റഡ് ആണ്. ഇനിയിപ്പോ നമ്മൾ തമ്മിൽ കാണാൻ വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പൊ ഇംഗ്ലീഷ് മാക്സിമം പഠിക്കുക. എപ്പോഴും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ ലാംഗ്വേജ്. ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ ഇംഗ്ലീഷിനെ അപ്രോച്ച് ചെയ്യുക, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, പഠിക്കുക. ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് മസ്റ്റ് ആണ് കേട്ടോ, അല്ലാതെ ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മാം ഡിപ്ലോമയുടെ PGയുടെ ക്ലാസ്സസ് ഉണ്ടല്ലോ, അതിൽ ഇംഗ്ലീഷ് ഉണ്ടാവോ? PG ആണോ? അതെ മാം. PG ഇംഗ്ലീഷ് ഉണ്ടോന്ന് അറിയില്ല, ഡൗട്ടാണ്. മേ ബി ചിലപ്പോ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നത്. കാരണം കണ്ടിന്യൂവേഷൻ അല്ലേ? ഇതിന്റെ കണ്ടിന്യൂവേഷൻ അല്ലേ? അതെ മാം. ഐ തിങ്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് മോഡുകള് ഇപ്പൊ എത്ര മോഡലുണ്ട്? ഇപ്പൊ ഡിപ്ലോമയ്ക്ക് എത്ര മോഡലാ? 4. അതിന്റെ കണ്ടിന്യൂവേഷൻ അല്ലേ PGക്ക് വരാം അല്ലേ? അതെന്നാ പറഞ്ഞു, ഈ എക്സാം കഴിഞ്ഞാൽ PGയുടെ ക്ലാസ് പറഞ്ഞു പറഞ്ഞു. അപ്പൊ മിക്കവാറും ഇംഗ്ലീഷ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വേണമെങ്കിൽ പറഞ്ഞാൽ ചിലപ്പോ ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. എക്സാം ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല, ശരിയല്ലേ? അതുകൊണ്ടാണ് ക്ലാസ്സിൽ സ്റ്റുഡൻസ് ഒന്നും ഇല്ലാത്തത്. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നില്ല. എനിക്ക് അതാണ് നിങ്ങളോട് കുറച്ചുകൂടെ വിഷമം തോന്നുന്നത്. എക്സാമിന് വേണ്ടി ഒരിക്കലും പഠിക്കരുത് ഈ ലാംഗ്വേജ്. ലാംഗ്വേജ് സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ എന്ത് ഹൈ സാലറിയിൽ ജോലി കിട്ടും. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു, നിങ്ങൾ പുറത്ത് പോകണമെന്നല്ല മിക്കവർക്കും ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ IELTS പഠിക്കാൻ പോയി. എന്താ IELTS പഠിക്കാൻ പോകുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ? അവിടെ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ആണ്. പക്ഷെ ഇംഗ്ലീഷ് അറിയാണെങ്കിലോ നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കൂടെ? അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തേ? എനിക്കതൊട്ടും മനസ്സിലാവുന്നില്ല. എന്താണ് എക്സാം ഇല്ലാത്തതുകൊണ്ട് ക്ലാസ്സിൽ ആരും ഇല്ല, ഓക്കെ അങ്ങനെ വിചാരിക്കാം. പക്ഷെ അത് പഠിക്കണം എന്നൊരു ആഗ്രഹം പോലും ഇല്ല എന്ന് ഓർക്കുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട്. കാരണം ഇത്രയും ആവശ്യമുള്ള ലാംഗ്വേജ് ആണ് ഇന്നത്തെ കാലത്ത്. ഇനി അങ്ങോട്ട് ഇത്രയും ആവശ്യമാണ്. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ പോലും മക്കൾക്ക് ഒരു ഇംഗ്ലീഷ് അറിയാം. അവരുടെ മുന്നിൽ പോലും നമ്മള് മോശമല്ലേ ഇംഗ്ലീഷ് അറിയുന്ന പറയുമ്പോ? അപ്പൊ പഠിക്കണ്ടേ? എന്നും ഹൗസ് വൈഫ് ആയിട്ട് നിന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾക്കും ഒരു ലൈഫില്ലേ അല്ലെ? നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക മാത്രമല്ല, നമുക്ക് സ്വന്തമായിട്ട് സന്തോഷിക്കണം. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരു ഹൗസ് വൈഫ് തന്നെയാണ്. ഓക്കെ, എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതുപോലെ എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങൾ വേണം. ഓക്കെ, അപ്പൊ മാക്സിമം ഇംഗ്ലീഷ് പഠിക്കുക. ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് ഒരിക്കലും ആ ഒരു ആഗ്രഹം വിടരുത്. പഠിക്കണം എന്നുള്ള തീരുമാനത്തിൽ എപ്പോഴും പോവാട്ടോ. ഓക്കെ, okay, thank you. See you on next class. Thank you all. Thank you so much. Thank you, ma'am. Thank you, ma'am.